ദേ നോക്കാൻ ആളില്ല അതിൻ്റെ പുല്ലൊക്കെ പിടിച്ച് കിടക്കണേണ്. ഇത് 42 സെന്റ് സ്ഥലവും 2 വീടുമാണ്. ഓരോ വീടായിട്ടും കൊടുക്കോട്ടാ. അപ്പം നിങ്ങൾക്ക് 2 വീട് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് വാങ്ങാം. അതല്ല നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഒരേ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വീടായിട്ട് വേണമെങ്കിൽ ഒരു വീടായിട്ടും വാങ്ങാം. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുതട്ടാ. ഉണ്ടാ അധികം പഴക്കൂല, വെറും 3 വർഷം ആകുന്നതേ ഉള്ളു. ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും ഹൈബ്രിഡ്. ചെറിയ പ്ലാവൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട്. എല്ലാം കായ്ക്കണം. കൊലച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. തെങ്ങിൻ്റെയൊക്കെ കായ്ക്കണേനാണ് ഈ കൊലക്കണം എന്ന് പറഞ്ഞേട്ടാ. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുമ്മലൊക്കെ ഇഷ്ടം പോലെ കായ്ഫലം ഉണ്ടാകാണ്. ആ നേരെ കാണുന്ന അവക്കാടോ ഉണ്ടാ. ഈ ഗ്യാപ്പിൽ കൂടി കാണുന്നത് സപ്പോർട്ട് ചെയ്യണത് തന്നെ കായ്ച്ച് നിൽക്കണതാണ്. അതൊക്കെ എല്ലാം കായ്ക്കണതാണ്. കാരണം ഇതൊക്കെ ഇത്രയും വലുതായില്ലേ, 3 വർഷവും ഇല്ല. കാരണം ഇതിപ്പോഴാ നമ്മൾ ഈ ഹൈബ്രിഡ് വാങ്ങണതെല്ലാം 2 വർഷം 3 വർഷം കൊണ്ട് എല്ലാം കായ്ക്കും. ഇതിൻ്റെ പുറകിലാണ്ടാ ഒരു വീടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വീട് കണ്ട് പറമ്പ് കണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇതിൻ്റെ ഹാള് നോക്കി, എന്താ ഒരു വലിപ്പം നോക്കി, കണ്ടോ? വിശാലമായൊരു ഹാള്. അതും ഇതിൻ്റെ സീലിംഗ് ഹൈറ്റ് നോക്കി, 2 വീടിൻ്റെ ഹൈറ്റാണ്. അതായത് 20 അടി ഹൈറ്റ്. ഈ വീടിൻ്റെ ഓണർ 1 വർഷം ലീവ് എടുത്ത് നിന്ന് പണിത വീടാണിത്. അത് പണിയിപ്പിച്ച വീട്, പണിക്കാരെ കൊണ്ട് നോക്കി നിന്ന് പണിയിപ്പിച്ചാണ്. അതിവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മറ്റേ ഗ്രാസിൻ്റെ ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണാണിത്. വേറെ വേണ്ട കിച്ചൺ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. റഫ്യൂസ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം ഇവിടെ. ഇത് ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഫുൾ ഫർണിച്ചർ അടക്കം തരുമോട്ടെ ഈ വീട്. ഇത് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. ഇത് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളൊക്കെ കണ്ട് നേരെ പുറത്തോട്ടിറങ്ങി പറമ്പും അടുത്ത വീടും കാണാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അതിൻ്റെ ഡ്രസ്സിങ് കബോർഡ്, ഇതിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം, നമുക്ക് ഒരുങ്ങാനുള്ളൊരു സ്ഥലമാണിത്. ഇതാണ് TV ഏരിയ. ഇത് 2ാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയില 2ാമത്തെ ബെഡ്റൂം ഉണ്ട്. ഇവിടെയും ഡ്രസ്സൊക്കെ ഇടാനുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഒരു ഡ്രസ്സിങ് ടേബിൾ, ഒരുങ്ങാനുള്ള സ്ഥലം. ഇത് അതിൻ്റെ ബാത്റൂം. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. സ്റ്റെയർ കേസ് ഉണ്ടാവും. ഗ്രാനൈറ്റാണ് ടോപ്പ് ഇട്ടേക്കണം. സൈഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തേക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ആൻഡ് ഗ്ലാസ്സുമാണ് ഹാൻഡ് റെയിലിന് ഉപയോഗിച്ചേക്കണം. മുകളിലത്തെ നിലയിലെ ബെഡ്റൂം ഉണ്ട്. ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ്, ഒന്നും ചെറുതില്ല. അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂം എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. ഞാൻ പറഞ്ഞല്ലോ, 1 വർഷം ലീവ് എടുത്ത് നിന്നിട്ടാണ് ഓരോ മെറ്റീരിയൽ പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചതും എല്ലാനും. അത്രയും ഗ്രാൻഡായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. സോളാർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 5 kW സോളാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കാരണം കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് ലാഭമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ ടാങ്ക്, അത് വെള്ളത്തിന് നല്ല പ്രഷർ കിട്ടാൻ വേണ്ടി വലിയൊരു ടാങ്ക് പറമ്പിലാണ് സെറ്റ് ചെയ്തേക്കണം. അതായത് നമ്മൾ മൊബൈൽ ടവർ പോലെ പണിത് പോയിട്ട് റെഡിയാക്കൂല, അങ്ങനെയാണ് റെഡിയാക്കിയിട്ടേക്കണം. അതിനാണെന്നുണ്ടെങ്കിൽ അത് ഒരു 3 വർഷം മുമ്പ് അത് ചെയ്യാൻ മാത്രം 80,000 രൂപയുടെ മെറ്റീരിയൽ എടുത്ത്. അതൊക്കെ നിങ്ങൾ വരുമ്പോൾ കാണാം. അത് പുറകിലെ ഏരിയ ഉണ്ടത്. നമ്മൾ കണ്ട ഡോറ് കിച്ചൻ്റെ ഡോറായിരുന്നു. ഇഷ്ടം പോലെ തെങ്ങാനുണ്ട്. ഇതൊക്കെ അടുത്ത വർഷം പോകുമ്പോഴേക്കും എല്ലാം കായ്ക്കും. റംബൂട്ടാനുണ്ട്. എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും
ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിന്. ആവശ്യത്തിൽ കൂടുതൽ തെങ്ങും, പക്ഷെ നോക്കാൻ മാത്രം ആളില്ലാതായിപ്പോയി. ആ നേരെ നിൽക്കണത് ഈ ഇട്ടിയാണ്ട. ഈ പറമ്പിൽ 2 ഇട്ടി നിൽപ്പുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതിനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് കയറി അടുത്ത വീട് കാണാം. അടുത്ത വീടും നല്ല ഗ്രാൻഡ് വീടാണ്ട. അത് ഓൾറെഡി റെൻറ്റിന് കൊടുത്തേക്കണേണ്. അത് കാരണം ഞാൻ അതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും എടുക്കുന്നില്ല, പുറത്തുനിന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാട്ടോ. അതിനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തരും. അതിനൊരു ഔട്ട് ഹൗസും ഉണ്ട്. ഇതുണ്ടോ, നല്ല പെയിൻ്റൊക്കെ അടിച്ച് ടൈലൊക്കെ ഇട്ട നല്ല ഗ്രാൻഡ് ഒരു വീടാണതും. അതിൻ്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതും നല്ലൊരു വീടാണ്. ഇവിടെ തുണിയൊക്കെ അലക്കിയിട്ടേക്കണം. ഞാനപ്പോൾ അത് കാരണം താത്തി എടുത്തിട്ട് അപ്പുറം കാണിച്ചു തരാം. കണ്ട ഇഷ്ടം പോലെ തെങ്ങ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണുണ്ട്. ഇത് നല്ല പോഷ് ഏരിയ ഉണ്ട്. അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ വീടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ഒരു 2 വർഷവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പക്ക ഡെവലപ്പ് ഏരിയ ആയിരിക്കുള്ളൂ. കാരണം ഇവിടേക്കൊന്നും പിന്നെ ഇതേ കൂട്ട് സ്ഥലവും വീടും കിട്ടാനുണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയോട്ടെ. ഇതിൻ്റെ അതിരിൽ എത്ര വീടാണോ എന്നെ നോക്കി. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഒരു വീട്, 2 വീട്, അപ്പുറത്ത് വേറൊരു വീട്, ഇതാണ് അടുത്ത പുതിയ വീട്. എല്ലാം പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവിടെ നിന്ന് സ്ഥലം കിട്ടാനില്ല. കാരണം ഇത് മെയിൻ ഹൈവേന്ന് കാഞ്ഞിരമറ്റമാണ് എൻ്റെ ലൊക്കേഷൻ വന്നത്. അത് എറണാകുളം കോട്ടയം റൂട്ടിൽ കാഞ്ഞിരമറ്റമാണ്. കാഞ്ഞിരമറ്റം നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100-200 മീറ്റർ അകത്തോട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും വരുമ്പോഴാണ് ഈ വീട്. ഇതെല്ലാം കായ്ക്കണ ഹൈബ്രിഡ് മാവാണ്ട. നേരെ നിൽക്കണ വലിയൊരു പേരമരമാണ്. തൊട്ടിപ്പുറത്ത് തന്നെ വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്. വലിയൊരു പേരമരമാണത്. മൊത്തം ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് താഴത്തോട്ടിറങ്ങി കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഈ വീട്ടിൽ നിന്ന് റോഡിലോട്ടുള്ള വഴിയാണ്ട. ലാസ്റ്റിലൊരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഈ നേരെ കാണുന്നത് സോളാറാണ്. സോളാർ പാനലാണ് കാണുന്നത്. 5 kW സോളാർ പാനലാണ്. ഇതൊരു മീൻ കുളം ഉണ്ടോ, മീനൊക്കെ വളർത്താൻ പറ്റിയ കുളം. വലിയൊരു കുളമാണത്. നല്ല താഴ്ചയുണ്ട്. പിന്നെ മീൻ കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ആ വീട്ടിലത്തേക്ക് കറിക്കുള്ള മീൻ അവിടെ തന്നെ കൃഷി ചെയ്യാം. കണ്ടോ, 2 ഈട്ടി നിൽക്കണണ്ട. 2 ഈട്ടിയാണ് ഈ നിൽക്കണം. സാധാരണ ഒരു പറമ്പിൽ ഈ ഈട്ടിയൊന്നും ഇപ്പോൾ കാണാറില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ ഈട്ടി കണ്ടത് കാരണം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട. നേരെ കാണുന്നത് റോഡാണ് കാണുന്നത്. അപ്പം ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് പറയരുത്.